വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്. എന്താണ് നമ്മുടെ കാൽക്കുലേഷനിൽ എന്താണ് VPN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഐഡിയ ഉണ്ടോ? VPN നമ്മള് ത്രൂ ഇന്റർനെറ്റ് നമ്മൾ ലോക്കൽ നെറ്റ്വർക്കിന് നമ്മൾ ഇന്റർനെറ്റിലൂടെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എക്സലന്റ് മതി അതിൽ തന്നെ എല്ലാം മനസ്സിലായി. ഓക്കെ ഡൺ. എനിവേ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എല്ലാവർക്കും ഒരു ബ്രീഫ് ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കും. എന്നിരുന്നാലും ഞാൻ ഒന്ന് ബേസ് പോലെ ഒന്ന് പറയാം. നമ്മുടെ മറ്റേ BGP പാത്ത് ആട്രിബ്യൂട്ട് നമ്മുടെ അത് അത്ര നമ്മൾ മറ്റേ ലോക്കൽ പ്രിഫറൻസ് അത് മാത്രമേ നോക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ AS പാത്ത് നോക്കിയതില്ല. ഫസ്റ്റ് നമ്മൾ ലാബ് ചെയ്ത് തന്നെ AS പാത്ത് ആട്രിബ്യൂട്ട് ആയിരുന്നില്ലേ? പിന്നെ ബാക്കി രണ്ടെണ്ണം. ബാക്കിയുള്ളതൊന്നും പഠിച്ചാൽ പിന്നെ CCI ലെവലായി. നമ്മൾ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് റെക്കോർഡിംഗ് നടത്തുന്നില്ലേ? അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 ലൊക്കേഷൻസ്. ഓക്കെ, നമുക്ക് എന്തുണ്ട്? 2 ലൊക്കേഷൻസ്. ഈ 2 ഓഫീസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് എന്തൊക്കെയാണ് മാർഗങ്ങൾ? അങ്ങനെ നമ്മൾ ISPയെ കോൺടാക്ട് ചെയ്തു. ISPയോട് ചോദിച്ച സമയത്ത് പറഞ്ഞു ISP നമുക്കൊരു ഓഫർ തന്നു. ഞങ്ങൾ പലതരത്തിലുള്ള ലീസ് ലൈൻസ് തരാം, അല്ലെങ്കിൽ MPLS കണക്ഷൻ തരാം, അല്ലെങ്കിൽ വ്യത്യസ്തമായി വരുന്ന പോയിന്റ് ലീസ് ലൈൻസ് തരാം. അവരങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ISPയും അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അതിന് മന്ത്ലി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ റേറ്റാണ് ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മന്ത്ലി ഒരു 25,000 എബോ, ബിറ്റ്വീൻ ഒരു 50K ബിറ്റ്വീൻ ആയിരിക്കും നമുക്ക് റേറ്റ് വരുന്നത്. ഏത് തരത്തിലുള്ള കണക്ഷൻസ് ആണെങ്കിൽ ഡെഡിക്കേറ്റഡ് ലൈൻസോ, ലീസ് ലൈൻസോ, MPLS കണക്ഷൻസോ, അങ്ങനെ വ്യത്യസ്തമായി വരുന്ന പോയിന്റ് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് മിനിമം എത്ര ചിലവ് വരും? 25,000 മുതൽ 50,000 രൂപ വരെ മന്ത്ലി. ആലോചിക്കണം, മന്ത്ലി. ഓക്കെ, നമുക്ക് വേണ്ടി വരും. അപ്പൊ ലീസ് ലൈൻസ് പറഞ്ഞാൽ എന്താണ്? ഇന്റർനെറ്റ് ആണോ? ലീസ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ആണോ? അല്ല, അതൊരു പ്രൈവറ്റ് ലൈൻ ആണ്. ഓക്കെ, എന്താണ്? അതൊരു പ്രൈവറ്റ് ലൈൻ ആണ്. അതായത് നിങ്ങളുടെ കൊച്ചിയിലെ ഓഫീസിൽ നിന്നും ദുബായിലെ ഓഫീസിൽ വരെ ഒരു പ്രൈവറ്റ് കണക്ഷൻ ആണ് നിങ്ങൾക്ക് വലിച്ചു തരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് എന്തുണ്ടാവും? കോസ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ഒരു ഇന്റർനെറ്റ് സർവീസ് അല്ല. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കണം. അതിലൂടെ നമുക്ക് ഇന്റർനെറ്റ് അല്ല കിട്ടുന്നത്, ഒരു പ്രൈവറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. 2 ലൊക്കേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു പ്രൈവറ്റ് ലൈൻ ആണ് തരുന്നത്. അങ്ങനെയൊക്കെ പറയുവാണെങ്കിലും അത് പ്രൈവറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞാലും ഒരേ കണക്ഷനിലൂടെ തന്നെ ആയിരിക്കും എല്ലാം പോകുന്നത്. പക്ഷെ അതിനെ സെപ്പറേഷൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അല്ലാതെ ഒരാൾക്ക് വേണ്ടി ഒരു കേബിൾ ഒന്നും ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ സാധിക്കില്ല. ഒരു സെപ്പറേഷൻ നമുക്ക് തരും, എഡ്യൂക്കേഷൻ നമുക്ക് തരും. ക്ലിയർ? ലീസ് നമുക്ക് നോർമലി ഈ പറയുന്ന വേൾഡ് വൈഡ് എല്ലാം വയേർഡ് കണക്ഷൻ ഉണ്ട്. എല്ലാ ISPകളും തമ്മിൽ വയേർഡ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ സെപ്പറേഷൻ കണക്ഷൻ ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് നമ്മൾ നോർമൽ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും ഓരോ വെബുകൾ എല്ലാവരുടെയും പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനെ പോയി നമ്മൾ ആക്സസ് ചെയ്യാന്നുള്ളതല്ലേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 2 ലൊക്കേഷൻ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈനാണ് തരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താവശ്യപ്പെടാം? ഇന്റർനെറ്റ് സർവീസ് വേണമെങ്കിൽ ഞങ്ങൾക്ക് വെബൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഇന്റർനെറ്റ് സർവീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾക്ക് കണക്ഷൻസ് അവൈലബിൾ. അപ്പൊ നമ്മുടെ നോട്ടത്തിൽ എന്താണ്? ഇത് വളരെ കോസ്റ്റ്ലി ആണ് അല്ലെ. നമുക്ക് എന്താണ് ISPന്ന് ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് വലിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോസ്റ്റ്ലി ആണ് വരുന്നത്. 25,000 മുതൽ 50,000 റുപ്പീസ് വരെയൊക്കെ ആയിരിക്കും നമുക്ക് പെർ മന്ത് തന്നെ വരുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് നമുക്ക് എന്താണ് വേറെ ബദൽ മാർഗം, അടുത്ത മാർഗം എന്താണ്, നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് നോർമലി ഇത്ര കോസ്റ്റിനും വരെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നവിടെയാണ് നമുക്ക് വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ പ്രാധാന്യം നമുക്ക് കിട്ടുന്നത്. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വലിച്ചിരിക്കുന്ന കണക്ഷൻ, മേ ബി ഞാനിപ്പോ എറണാകുളത്ത് ഉള്ള സമയത്ത് നമുക്ക് കണക്ഷൻ 1,500 രൂപയ്ക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും സ്റ്റാറ്റിക് IP, ഒരിക്കലും ചേഞ്ച് ആവാതെ കിട്ടിയ 1,500. ഇപ്പൊ ഏതാണ്ട് ഒരു 3,000 രൂപ അടുത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ഓഫീസിനകത്തും അല്ലെങ്കിൽ എല്ലാ ബ്രാഞ്ചിനകത്തും ജസ്റ്റ് ഒരു നോർമൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പബ്ലിക് കണക്ഷനിലൂടെ നമുക്ക് 2 ലൊക്കേഷനിലൂടെ എന്ത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും? നമ്മുടെ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അവിടെയാണ് നമ്മുടെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കിന്റെ വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് നോർമൽ ഇന്റർനെറ്റ് കണക്ഷൻ അകത്തൂടെ നമ്മുടെ 2 ലൊക്കേഷനകത്ത് കിടക്കുന്ന ലാനുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും പെർമിഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനുള്ള പെർമിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കാനായിട്ട് സാധിക്കും. അതാണ് നമ്മുടെ VPN എന്ന് നമ്മൾ പറയുന്നത്, വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.
നമുക്ക് മെയിൻലി രണ്ട് തരത്തിലുള്ള കണക്ഷൻസ് വരുന്നത് നിങ്ങൾ ടോപ്പോളജിക്കകത്ത് കാണുന്ന പോലെ സൈറ്റ് ടു സൈറ്റ്. ഇതാണ് സൈറ്റ് ടു സൈറ്റ്. നിങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസായിട്ടുള്ള കൊച്ചിയിൽ നിന്നും ബ്രാഞ്ച് ഓഫീസായിട്ടുള്ള UAE-ക്കകത്തുള്ള നെറ്റ്വർക്കിലോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണക്ഷൻ വരിക. രണ്ട് ബ്രാഞ്ചുകൾ അങ്ങനെ ഇമാജിൻ ചെയ്യാം. രണ്ട് ലൊക്കേഷൻസ് അല്ലെങ്കിൽ രണ്ട് ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് സൈറ്റ് ടു സൈറ്റ് VPN എന്ന് പറയുന്നത്. വിളിക്കുന്നത് സൈറ്റ് ടു സൈറ്റ് VPN എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് വരുന്നത് വേണ്ടി ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു വേണമെങ്കിൽ. രണ്ടാമത് വരുന്ന VPN ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിമോട്ട് ആക്സസ് VPN. ഇതാണ് നമുക്ക് മെയിൻലി വരുന്ന രണ്ട് തരത്തിലുള്ള VPN എന്ന് പറയുന്നത്. റിമോട്ട് ആക്സസ് VPN എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഓഫീസ് എവിടെയുള്ളത്? കൊച്ചിക്കകത്താണ്. നമ്മൾ വേറെന്തോ കാര്യത്തിന് വേണ്ടി അവിടെ പോയി, UAE-യിൽ പോയി, ഖത്തറിൽ ഒരാൾ പോയി, നമ്മുടെ ഓഫീസിൽ നിന്ന് ഡൽഹിക്കകത്തുനിന്ന് ഒരാൾ പോയി, ഡൽഹിയിലോട്ട് ഒരാൾ പോയി. എവിടുന്ന്? നമ്മുടെ കൊച്ചി ഓഫീസിൽ നിന്നും ഈ സ്ഥലത്തോട്ടൊക്കെ പോയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അവിടെ എന്തില്ല, ബ്രാഞ്ചോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ നമ്മുടെ ഡിവൈസിനകത്ത്, നമ്മുടെ ലാപ്ടോപ്പിനകത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കും? ഏതെങ്കിലും ഒരു ക്ലയന്റ് സോഫ്റ്റ്വെയർ, VPN ക്ലയന്റ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ മെയിൻ ഓഫീസായിട്ടുള്ള കൊച്ചിയിലോട്ട് VPN ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? കണക്ഷൻ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചിക്കകത്തിരിക്കുന്ന ഫയലുകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റിമോട്ട് ആക്സസ് VPN എന്ന് പറയുന്നത്. റിമോട്ട് ആക്സസ് VPN. അപ്പോ ഇങ്ങനെ നമുക്ക് ഒരുപാട് ക്ലയന്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ വരുന്നുണ്ട്. ഏതെങ്കിലും അറിയാവോ? ഏതെങ്കിലും ഒരു ക്ലയന്റ് സോഫ്റ്റ്വെയർ അറിയാവോ? ഞങ്ങൾ 40 ക്ലയന്റ് യൂസ് ചെയ്യുന്നത്. 40 ക്ലയന്റ് ആണ് യൂസ് ചെയ്യുന്നത്. 40 40 ക്ലയന്റ് ആണ്. സിസ്കോ ആണെങ്കിലും നമ്മൾ ക്ലയന്റ് സോഫ്റ്റ്വെയർ വരുന്നത് എനി കണക്ട് എന്ന് പറയുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ പാളോ ആൾട്ടോ ആണെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗ്ലോബൽ പ്രൊട്ടക്ട് പറയുന്നതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ സോഫോസ് ആണെങ്കിൽ സിപ്രോ അങ്ങനത്തെ ഓർമ്മയില്ല. സോഫോസ് അധികം യൂസ് ചെയ്തുകൊണ്ട് അതിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്ന VPNs ആണ്. സിസ്കോയുടെ VPN ആണെങ്കിൽ നമ്മൾ എനി കണക്ട് ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വേണ്ട നോട്ട് ചെയ്തോളാം. സിസ്കോ ആണെങ്കിൽ എനി കണക്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. പാലോ ആൾട്ടോ ആണെങ്കിൽ ഗ്ലോബൽ പ്രൊട്ടക്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫോർട്ടിനെറ്റ് ആണെങ്കിൽ 40 ക്ലയന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് VPNs ഒത്തിരി തരത്തിലുള്ള VPNs നമുക്ക് വരുന്നുണ്ട്. നമുക്ക് സൈറ്റ് ടു സൈറ്റ് VPN-നകത്ത് തന്നെ ഒരുപാട് തരത്തിലുള്ള VPNs വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിമോട്ട് ആക്സസ് VPN-നകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് GRE VPN, അതേപോലെ തന്നെ നമ്മൾ മെയിൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള VPN ആണ് DM VPN. അതുപോലെ തന്നെ IPsec-നെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമുക്ക് 3 തരത്തിലുള്ള VPN ആണ് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? നമ്മൾ എന്റർപ്രൈസ് ലെവലിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. IPsec VPN-ഉം അതേപോലെ തന്നെ GRE VPN-ഉം അതുപോലെ തന്നെ DM VPN വേൾഡ് വൈഡ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു VPN ആണ് ഡൈനാമിക് മൾട്ടി പോയിന്റ് VPN എന്ന് പറയുന്നത്. അതിന്റെ പ്രാധാന്യമൊക്കെ നമുക്ക് വഴിയെ നമുക്ക് പറഞ്ഞുതരാം. ഇത്രയും ക്ലിയർ അല്ലേ? ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് GRE VPN ആണ്. GRE VPN വെച്ച് എങ്ങനെ നമുക്ക് നമ്മുടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അതിന്റെ അഡ്വാൻസ് ലെവൽ വരുന്ന IPsec നോക്കുന്നു. അതിന്റെ അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ DM VPN കൂടി നമ്മൾ നോക്കുന്നു. ഇങ്ങനെ 3 തരത്തിലുള്ള VPN ആണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അത് ആദ്യത്തെ VPN നമുക്ക് നോക്കാം. GRE ടണൽ അഥവാ GRE VPN എന്ന് നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഇവിടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? ഈ രണ്ട് ലാനുകളെ തമ്മിൽ എന്ത് ചെയ്യുക? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ എത്തിക്കുക. ഏതിലൂടെ? ISP-യിലൂടെ, ഒരു പബ്ലിക് നെറ്റ്വർക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഈ പറയുന്ന രണ്ട് ലാനുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമ്മുടെ ISP നമുക്ക് തന്നിരിക്കുന്ന IP ഇമാജിൻ ചെയ്യുക 20.01 ആണ് നമ്മുടെ കൊച്ചി ഓഫീസിലോട് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരിക്കലും വരില്ല കേട്ടോ, വ്യത്യസ്തമായിട്ടുള്ള റേഞ്ചിലുള്ളതായിരിക്കും. എളുപ്പത്തിന് വേണ്ടി പറഞ്ഞോളൂ. അങ്ങനെ നമ്മുടെ UAE-ക്കകത്തുള്ള UAE-ക്കകത്തുള്ള നെറ്റ്വർക്കിലോട്ട് നമുക്ക് തന്നിരിക്കുന്നത് 30.01 ആണ്. കൊച്ചി ഓഫീസിലോട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാറ്റിക് IP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20.01 ആണ്. അപ്പൊ നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നമ്മുടെ പാക്കറ്റ് വരുവാണ്. നമ്മുടെ പാക്കറ്റിന് എങ്ങോട്ട് പോകണ്ടേ? എക്സാമ്പിൾ 10.11 എങ്ങോട്ട് പോകണം? 20.11ലോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മുടെ നെറ്റ്വർക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ സോഴ്സ് IP എന്തായിരിക്കും? നമ്മുടെ PC വരുമ്പോൾ സോഴ്സ് IP 192.168.10.11 ആയിരിക്കും. ഇങ്ങേർക്ക് പോകേണ്ട എങ്ങോട്ടാ? ഡെസ്റ്റിനേഷൻ IP എത്ര? നമ്മുടെ എങ്ങോട്ടാ പോകണ്ടേ? 20.11ലോട്ടാണോ? ഈ പാക്കറ്റ് നേരെ എവിടെ എത്തി എന്ന് വിചാരിക്കുക? R1ലോട്ട് എത്തി. R1 എന്ന് പറയുന്ന റൗട്ടർ അപ്പുറത്തോട്ട് പറഞ്ഞേക്കുവാണ്. അപ്പുറത്തെ പബ്ലിക് IP-ലോട്ട് പറഞ്ഞേക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഈ സോഴ്സ് IP എന്താണെന്നോ ഡെസ്റ്റിനേഷൻ ആരുടെയാണെന്നുള്ള കാര്യം നമ്മുടെ പബ്ലിക് നെറ്റ്വർക്കിന് അറിയോ? പബ്ലിക് നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമാണോ അത്? നമ്മുടെ ഇന്റർനെറ്റിന്റെ ഒരു ഭാഗമാണോ നമ്മുടെ ലാൻ എന്ന് പറയുന്നത്?
ഒരിക്കലും അല്ല. അപ്പൊ അങ്ങോട്ട് ഈ പാക്കറ്റ് എന്ത് ചെയ്യില്ല, ആര് കടത്തിവിടില്ല, നമ്മുടെ ISP-യിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ നമ്മൾ GRE VPN ചെയ്ത് കഴിഞ്ഞാൽ, GRE ടണൽ ചെയ്യുന്ന സമയത്ത് ആ പാക്കറ്റ് ഇവിടെ എത്തി എന്ന് വിചാരിക്കുക. എവിടെ എത്തി, നമ്മുടെ R1 എത്തി. അപ്പം എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മേലെ ഒരു എൻകാപ്സുലേഷൻ നടത്തും. എൻകാപ്സുലേഷൻ പറഞ്ഞാൽ അതിന്റെ മേലെ പുള്ളിക്കാരൻ എന്ത് ആഡ് ചെയ്യും, നമ്മുടെ GRE സോഴ്സ് IP എന്താക്കി മാറ്റും, നമ്മുടെ പബ്ലിക് IP എത്ര 20.001. ദെൻ ഡെസ്റ്റിനേഷൻ IP എന്താക്കി മാറ്റും, ഇങ്ങനെ പുതിയൊരു ലേബൽ ഒട്ടിച്ചിട്ടായിരിക്കും നമ്മുടെ റൗട്ടർ എന്ത് ചെയ്യുന്നത്, GRE എന്ത് ചെയ്യുന്നത്, എങ്ങോട്ട് കടത്തിവിടുന്നത്, പബ്ലിക്കിലോട്ട് കടത്തിവിടുന്നത്. പബ്ലിക് നോക്കുന്ന സമയത്തോ ISP നോക്കുന്ന സമയത്ത് എന്താ കാണുന്നത്, വന്നിരിക്കുന്ന പാക്കറ്റ് എന്താണ്, 20.001. ഓക്കെ, ഇത് നമ്മുടെ ഇന്റർനെറ്റ് ഒരു ഭാഗമാണല്ലോ, ഇയാളെ എങ്ങോട്ട് എത്തിക്കേണ്ടത് ഞാൻ, ഇതും നമ്മുടെ ഇന്റർനെറ്റ് ഭാഗമാണല്ലോ. പുള്ളിക്കാരൻ നേരെ എങ്ങോട്ട് റൂട്ട് ചെയ്യും, ഇങ്ങോട്ട് റൂട്ട് ചെയ്യും, നമ്മുടെ ഡെസ്റ്റിനേഷൻ പബ്ലിക് IP-ലോട്ട് എന്ത് ചെയ്യും, പുള്ളിക്കാരൻ റൂട്ട് ചെയ്യും. ആ ഇൻഫർമേഷൻ നേരെ എവിടെ എത്തുന്നു, ആർക്കിലോട്ട് എത്തുന്നു. ആർക്കിന് മനസ്സിലായി നമ്മളിവിടെ VPN ചെയ്തിട്ടുണ്ട്, GRE VPN ചെയ്തിട്ടുണ്ട്. ആ വന്ന പാക്കറ്റ് പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തതിന് ശേഷം, ഓപ്പൺ ചെയ്ത് കളയാൽ എന്ന് ഞാൻ GRE വെച്ചിട്ട് ആ ആഡ് ചെയ്ത കാര്യം, ആ ഹെഡർ, പുതിയൊരു ഹെഡർ ആഡ് ചെയ്തില്ലേ, അത് പുള്ളിക്കാരൻ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ കാണുന്നത്, നമ്മുടെ എന്താ കാണുന്നത്, ലോക്കൽ IPs. എങ്ങോട്ടാണ് ഇയാൾ പറഞ്ഞയക്കേണ്ടത്, പാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മനസ്സിലായി, ആർട്ടിന് മനസ്സിലായി, ഇയാൾ എങ്ങോട്ട് പറഞ്ഞയക്കണം, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഡിവൈസ് ആയിട്ടുള്ള 20.11 പറഞ്ഞയക്കണം. ബിക്കോസ് അതിനകത്ത് ഡെസ്റ്റിനേഷൻ ആയിട്ട് എത്ര കിടക്കുന്നത്, 20.11 ആണ്. ആ റൗട്ടറിന് അറിയാൻ പാടില്ല, ആ റൗട്ടറിനകത്ത് വരുന്ന ഒരു പാർട്ടാണ് 20.11 എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്ത് കാണുന്നു, 20.11 എന്ന് കാണുന്നു. പ്രോബ്ലം സോൾവ്. നമ്മൾ ISP-നെ പറ്റിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലായോ? GRE ടണൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന പാക്കറ്റിന്റെ മേലെ എന്ത് ചെയ്യും, പുതിയൊരു പാക്കറ്റ് ആഡ് ചെയ്യും. ആ പാക്കറ്റിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക, സോഴ്സ് പബ്ലിക് IP-യും ഡെസ്റ്റിനേഷൻ പബ്ലിക് IP ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പിന്നെ ISP-ന്റെ ഭാഗമായി മാറി. ഇപ്പൊ ISP നോക്കുമ്പോൾ എന്താണ്, ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ IP ആണല്ലോ, പുള്ളിക്കാരൻ നേരെ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും. ഡെസ്റ്റിനേഷൻ പബ്ലിക് IP ആയിട്ടുള്ള R2 പബ്ലിക് IP-ലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നേരെ അവിടെ എത്തുന്നു, അയാൾ എന്ത് ചെയ്യുന്നു, ഈ ആഡ് ചെയ്ത ഹെഡർ റിമൂവ് ചെയ്യുന്നു. എന്നതിന് ശേഷം നോക്കുമ്പോൾ 20.11 പോകണം, നേരെ പുള്ളിക്കാരൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു, 20.11 പറഞ്ഞു. സോ ഈസി അല്ലേ? അതിന്റെ ഒരു ഐഡിയ കിട്ടിയോ പറഞ്ഞത്? ഇതാണ് നമ്മളിപ്പോ ഇന്നത്തെ ലാബിനകത്ത് നമ്മൾ ചെയ്തു നോക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഐഡിയ കിട്ടിയില്ലേ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നുള്ള കാര്യം? ഓക്കെ, ഇനി അതിന് വേണ്ട കോൺഫിഗറേഷൻസ്. അപ്പൊ നമ്മള് ഒരു മിനിറ്റ് കേട്ടോ. യെസ്, അപ്പൊ നമ്മള് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ PC ആണ് സിമ്പിൾ നിങ്ങൾക്ക് കാണുന്നെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇവിടെ ഞാൻ പല കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ VPCS പറയുന്ന PC ട്രാക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും, നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു റൗട്ടറെ പിടിച്ചിട്ട് ഞാൻ എന്താക്കിയിരിക്കുന്നത്, PC ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിനു വേണ്ടി കൊടുക്കുന്ന കോൺഫിഗറേഷൻ അത്. ഓക്കെ, PC ആണ്, പക്ഷെ അത് റൗട്ടറാണ്. നമ്മൾ റൗട്ടറിന്റെ റൗട്ടിങ് എന്ത് ചെയ്യും, ഡിസേബിൾ ചെയ്യും. മനസ്സിലായോ? റൗട്ടറിന്റെ റൗട്ടിങ് ഡിസേബിൾ ചെയ്യും. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ്, ജസ്റ്റ് PC-കകത്ത് കയറിയിട്ട് കൊടുക്കുന്ന കമാൻഡ് ആണ് നോ IP റൗട്ടിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു, റൗട്ടിംഗ് ഡിസേബിൾ ആവും, ഒരു PC പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ 10.1 എന്ന് പറയുന്ന ഗേറ്റ് വേ നമ്മൾ സെറ്റ് ചെയ്യുന്നു. നമ്മൾ 10.1 അല്ലേ ഗേറ്റ് വേ, അത് സെറ്റ് ചെയ്യുന്നു. എന്നതിന് ശേഷം നമ്മുടെ ഇന്റർഫേസ് F0/0 എന്ന് കൊടുക്കുന്നു, നമ്മുടെ PC IP കൊടുക്കുന്നു. ഇതേപോലെ
റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐ പി റൗട്ടിൽ നിന്ന് കൊടുക്കുന്നു, ഐ പി ഡീഫോൾട്ട് ഗേറ്റ് വേ എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഗേറ്റ് ഐ പി എന്താണോ അത് പറഞ്ഞു കൊടുക്കുന്നു, എന്നതിന് ശേഷം നമ്മുടെ പി സിയുടെ ഐ പി എന്താണോ അത് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ രണ്ട് സൈഡും നമ്മൾ ബിൽഡ് ചെയ്യേണ്ട പി സിയുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഓക്കെ, നോർമൽ റൗട്ടർ ആണ്, ആ റൗട്ടർ നമ്മൾ പി സി ആക്കി കൺവേർട്ട് ചെയ്യണം. ഞാൻ റൗട്ടറിന്റെ സിമ്പിൾ ഒന്ന് ചേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ നോർമലി യൂസ് ചെയ്യുന്ന ഇഥർനെറ്റ് സ്വിച്ച് തന്നെ യൂസ് ചെയ്യാം. എന്തോ നോർമൽ പി സി ആണെങ്കിലോ PPCS ആണെങ്കിലോ എന്താ ഇത് ചോദിച്ചേ, കേട്ടില്ല. അല്ല, നമ്മള് പി സി വെച്ച് കഴിയുമ്പോ, അല്ല നമ്മുടെ ഇതില് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പി സി വെച്ച് കഴിയുമ്പോൾ എന്താ ഇഷ്യൂ ഉണ്ടാവുന്നത് നമ്മൾ ലാബ് ചെയ്യുമ്പോൾ? ഇഷ്യൂ അല്ല, എനിക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രേസ് റൂട്ട് ഒക്കെ ചെയ്ത് നോക്കേണ്ടി വരും. ട്രേസ് റൂട്ട് ക്യാപ്ചറിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അത് നോർമൽ VPCS പറയുന്ന GNS കാലത്ത് ഇൻബിൽറ്റ് വന്നിരിക്കുന്നത് സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് വെരിഫൈ ചെയ്ത് റിസൾട്ട് കാണിച്ചു തരണ്ടേ, എന്താ സംഭവിച്ചെന്ന് കാണിച്ചു തരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നോർമലി ഉള്ള പി സി, അതായത് ഇതിനകത്തുള്ള പി സി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ലെവലിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പൊ റൗട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പി സിനെ പോലെ ആക്ട് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതിന് വേണ്ടിയിട്ട് റൗട്ടിംഗ് ഡിസേബിൾ ചെയ്യുന്നു, എന്നിട്ട് അതിന് എന്ത് ചെയ്യുന്നു, നോർമലി ഒരു പി സി കൊടുക്കുന്ന പോലെ IP കൊടുക്കുന്നു, ഗേറ്റ് കൊടുക്കുന്നു. അതാണ് അവിടെ കാണുന്നത്. അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു എക്സ്ട്രാ കമാൻഡ് മാത്രം നോട്ട് ചെയ്താൽ മതി. നേരെ അത് കഴിയുന്നു. പിന്നെ സ്വിച്ചിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല, അത് നോർമലി വരുന്ന ഇഥർനെറ്റ് സ്വിച്ചാണ്, അതിനകത്ത് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. പിന്നെ നമ്മുടെ റൗട്ടറിനകത്ത് കയറുന്നു. റൗട്ടറിനകത്ത് കയറിയിട്ട് ഇന്റർഫേസ് F0/0 എന്ത് കൊടുക്കുന്നു, IP കൊടുക്കുന്നു. 10.1 ആണ് IP കൊടുക്കുന്നു. പബ്ലിക്കിലോട്ട് പോകുന്ന IP എത്രയാ, S1/0 IP എത്രയാണ് അതും പറഞ്ഞു കൊടുക്കുന്നു. എന്നതിന് ശേഷം നമ്മുടെ റൗട്ടറിന് നമ്മൾ ഏത് തരത്തിലുള്ള റൗട്ടിംഗ് യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എന്ത് മാത്രം ഉണ്ടാവുള്ളൂ, ഗേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമുക്ക് ISPയിലോട്ട് റൂട്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പൊ നമ്മൾ പറയുന്ന കാര്യം, ഏത് ട്രാഫിക് വന്നാലും താങ്കൾ ആരെ പോയി കണ്ടാൽ മതി, യെസ് ISP പോയി കണ്ടാൽ മതി. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഡീഫോൾട്ട് റൗട്ടിംഗ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ത് ട്രാഫിക് വന്നാലും R1 നേരെ അങ്ങോട്ടായിരിക്കും ഫോർവേഡ് ചെയ്യുക, ISPയിലോട്ടായിരിക്കും ഫോർവേഡ് ചെയ്യുന്നത്. ISPയുടെ പാർട്ടുണ്ടോ, നമുക്ക് ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ ISPയിലോട്ട് പോകും. എന്നതിന് ശേഷം ഇതേപോലെ എവിടെയും നമ്മൾ ചെന്ന് കോൺഫിഗറേഷൻ ചെയ്യുന്നു, R2നകത്തും ചെന്ന് ചെയ്യുന്നു. ഓക്കെ, ദെൻ അവിടെയും നമ്മൾ പബ്ലിക് IP കൊടുക്കുന്നു, S1/1 IP കൊടുക്കുന്നു, ഡീഫോൾട്ട് റൂട്ടിംഗ് ചെയ്യുന്നു. അതോടുകൂടി രണ്ട് കസ്റ്റമർ സൈഡ് ചെയ്യേണ്ട കോൺഫിഗറേഷൻ ഒക്കെ കഴിഞ്ഞു. പിന്നെ ISPക്കകത്ത് കസ്റ്റമർ ISP ഇവിടെ നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഇന്റർഫേസുകൾക്ക് മാത്രം IP അഡ്രസ് കൊടുത്താൽ മതി. S1/0ക്ക് 20.2 എന്ന് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ S1/1ന് 30.0.2 എന്നും കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ISPക്കകത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ISPക്കകത്ത് ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ടണൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. എവിടെ ടണൽ ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ R1നകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടണൽ ബിൽഡ് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരു IP കൊടുക്കുന്നു. ഒരു ലൂപ്പ് ബാക്ക് പോലെയാണ് ആക്ട് ചെയ്യുന്നത്, ഒരു ലോജിക്കൽ കണക്ഷൻ ആണ് ആ ടണൽ എന്ന് പറയുന്നത്. എന്നതിന് ശേഷം നമ്മൾ അതിനൊരു IP അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ടണൽ സോഴ്സ് പറയുമ്പോൾ 20.01 നിന്നും ഇയാൾ എവിടെ എത്തിക്കണം, 30.01 എത്തിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ടണൽ എങ്ങനത്തെയാണ്, GRE ടണൽ. ആ GRE ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ മോഡ് എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ്. നേരെ മറുവശത്തും ചെല്ലുന്നു, അവിടെയും നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നു, ടണൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടണൽ IP പറഞ്ഞു കൊടുക്കുന്നു. അയാൾ എവിടെ എത്തിക്കണം, സോഴ്സ് പബ്ലിക് IP ആയിട്ടുള്ള 30.01 നിന്നും ഡെസ്റ്റിനേഷൻ പബ്ലിക് IP ആയിട്ടുള്ള 20.01 എത്തിക്കണം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതുവരെ കമ്മ്യൂണിക്കേഷൻ കിട്ടും, ഈ കാണുന്ന പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ കിട്ടും. പക്ഷെ അപ്പുറത്തോട്ട് നമുക്ക് ചാടാൻ സാധിക്കുമോ, ഇങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കുമോ, അത് വേറൊരു നെറ്റ്വർക്ക് അഡ്രസ് അല്ലേ. നമ്മൾ R2 വരെ എത്തിയാലും എനിക്കത് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് ആണ്. R1നകത്ത് ഇരിക്കുന്ന PCക്ക് അത് ഒരു അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് അല്ലേ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ അങ്ങോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സോറി ഇതുവരെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ട് എത്താൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു റൗട്ടിംഗ് യൂസ് ചെയ്യണം. അത് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്താണ്, IP റൂട്ട് എന്ന് കൊടുത്തു. എനിക്ക് മറുവശത്ത് കിടക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്, അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു. ഏത് ടണൽ വഴി പോയാൽ മതി, ടണൽ 1 വഴി പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടി സാധിക്കും. ടണൽ 1 ഏതാ, അതുപോലെ തിരിച്ച് അവിടുന്ന് 10.0 പറയുന്നത് എനിക്ക് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് ആണ്, ടണൽ വഴി പോയാൽ മതി, അവിടെ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. സോ സിമ്പിൾ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് രണ്ട് നെറ്റ്വർക്കും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പറഞ്ഞൊരു ഐഡിയ കിട്ടിയല്ലോ. പബ്ലിക് നെറ്റ്വർക്കിലൂടെ തന്നെയാണ് പോകുന്നത്, പക്ഷെ അതിനുള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടണൽ ഒരു IP കൊടുക്കുന്നു. ആ ടണൽ വഴി നമ്മൾ മറുവശത്ത് എത്തുന്ന സമയത്ത്
ആ ടണലിനെ എന്ത് ചെയ്യുന്നു, അവിടെ റിമൂവ് ചെയ്തിട്ട്, ടണലിനെ റിമൂവ് ചെയ്യുന്നത് ഹയർ പാക്കറ്റ് അല്ലെങ്കിൽ ഹെഡർ റിമൂവ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നു ഡെസ്റ്റിനേഷൻ ഐപി ആയിട്ടുള്ള 20.11 പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം, ഡിഫറെന്റ് നെറ്റ്വർക്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട്, അല്ലെ ഡിഫറെന്റ് നെറ്റ്വർക്ക് അല്ലേ, ഇത് 10.0 നെറ്റ്വർക്ക് ആണ്, 20 ഡോട്ട് ആണ്. നെറ്റ്വർക്ക് എത്താൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു റൗട്ടിംഗ് യൂസ് ചെയ്യണം. ഞാനിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്, ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് റൗട്ടിംഗ് നമ്മളിവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു ഐഡിയ കിട്ടിയില്ലേ? Yes. ഈ ടോപ്പോളജി ഒന്ന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ എനിക്കുള്ള വീക്കെൻഡിലോട്ട് എത്തുന്നേ ഉള്ളൂ. ഇത് വെറും സാമ്പിൾ ആണ്. IPsec എന്ന് പറയുന്ന ഒരു മഹാസംഭവം വരാനുണ്ട്. ഞങ്ങൾ IPsec ഒക്കെ ഇത് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് അതെ അല്ലേ, അപ്പൊ കുറച്ചും കൂടി ഈസി ആയിരിക്കും കാര്യങ്ങൾ മനസ്സിലാകാൻ. ഓക്കെ, IPsec ഏത് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ റൗട്ടിംഗ്? അല്ല, ഇത് റൗട്ടറിലല്ല യൂസ് ചെയ്യുന്നത്, ഫയർവാൾ വഴി, FortiGate വഴി. ഫയർവാൾ ചെയ്തിരിക്കുന്നത് ഫോർട്ടിനെറ്റിലായിരിക്കും അല്ലേ? അപ്പൊ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ തിയറിറ്റിക്കലി ബാക്കിയെല്ലാം സെയിം തന്നെ ആയിരിക്കും. അത് ചെയ്യുമ്പോൾ കോൺഫിഗറേഷനകത്ത് അറിയാലോ, കുറെ ക്രിപ്റ്റോ മറ്റു കുറെ സിന്റാക്സ് ഉണ്ട്. അൽഗോരിതംസ്. അത് കാണുമ്പോൾ തന്നെ വട്ടാവും. പക്ഷെ അതിന്റെ ഓരോന്നും ഞാൻ എല്ലാം വേറെ വേറെ ആയിട്ട് പറഞ്ഞുതരാം. നന്നായി ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം ഓരോരോ കാര്യങ്ങൾ, ഹാഷിങ്, അങ്ങനെ 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 മറ്റു കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ GNSക്കകത്ത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഉണ്ടെന്നാണ് വിശ്വാസം. ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. സ്റ്റാർട്ട് ചെയ്തത് ഉണ്ടല്ലോ. ഉണ്ടാവും, മിക്കവാറും കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. അത് ഭയങ്കര ചൂടാ, രക്ഷയില്ല. ഇവിടെ ഭയങ്കര തണുപ്പാ. ഫോർട്ടിയുടെ മുകളിൽ ടെമ്പറേച്ചർ ഒരിടത്തും വന്നെന്ന് പറഞ്ഞു അല്ലേ? എന്തോ ടെമ്പറേച്ചർ ഒക്കെ 40യുടെ മുകളിൽ കാണിച്ചെന്ന് പറഞ്ഞു. 42 ഒക്കെ കാണിച്ചെന്ന് പറഞ്ഞു. പാലക്കാടല്ലേ? യെസ്. മിക്കവാറും ടോപ്പോളജി മാത്രം ഉണ്ടാവുള്ളൂ. കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടി എന്ന് തോന്നുന്നുണ്ട്. ഇത് കാണിക്കുന്നുണ്ട്. ആ
കാണാൻ DSP. രണ്ട് PCക്കകത്ത് IP ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് PC ആണത്. അത് കോൺഫിഗറേഷൻ വെച്ചോളാം. നമ്മൾ അവിടെ കൊടുത്ത കോൺഫിഗറേഷൻ തന്നെയാണ് PCക്കകത്ത് കൊടുക്കേണ്ടത്. ഇന്റർഫേസ് F0/0ക്ക് 10.1 എന്ന് പറഞ്ഞ IP കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കണ്ട. അതേപോലെ തന്നെ ഗേറ്റ് വേയും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം IP default ഗേറ്റ് കമാൻഡ് കാണാം. ഇത്ര മാത്രം ചെയ്താൽ മതി ഫസ്റ്റ് PCക്കകത്ത്. ഇനി നമുക്ക് റൗട്ടറിനകത്താണ് കയറേണ്ടത്. R1 എന്ന് പറയുന്ന നമ്മുടെ റൗട്ടറിനകത്ത് കയറാം. ഇനീഷ്യൽ കോൺഫിഗറേഷൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്റർഫേസ് F0/0 കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കിനും IP കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് GRE എങ്ങനെ ചെയ്തിട്ടുണ്ടോ, ടണൽ എങ്ങനെ ചെയ്തിട്ടുണ്ടോ നോക്കാം. (0/0) ലാൻഡ് പോർട്ട് കോൺഫിഗർ ഉണ്ട്, സീരിയലുണ്ട്, പക്ഷെ എന്തില്ല ഡീഫോൾട്ട് റൂട്ടും ഉണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? ഇനി GRE ടണൽ മാത്രം ചെയ്താൽ മതി. ഇനി ISP കയറി നോക്കാം. ISP കയറി നോക്കിയ സമയത്ത് അവിടെ ഒന്നും കോൺഫിഗർ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് അവിടെ ഇന്റർഫേസുകൾക്ക് എന്ത് ചെയ്യണം? IP അഡ്രസ് കൊടുക്കും. അപ്പൊ നമുക്കവിടെ ISPക്കകത്ത് IP വന്നിട്ട് ഇന്റർഫേസ് S1/0 IP add 20.0.0 5.0.0.0 exit. അതുപോലെ S/1 ഉണ്ട്. ഇന്റർഫേസ് S1/1 IP add 30.0.0 mask 5.0.0 then offset. ISPR ചെയ്യേണ്ട കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ടണൽ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ടണലിന്റെ കമാൻഡ് മാത്രം നമുക്ക് അഡീഷൻ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം തന്നെ സെറ്റ് ആയിട്ടുണ്ട്. മറുവശത്ത് നമ്മൾ നോക്കിയില്ലേ, ആർക്കിനകത്ത് ചെക്ക് ചെയ്തു. ആർക്കിനകത്ത് ഇനീഷ്യൽ കോൺഫിഗറേഷൻ മാത്രമേ ഉള്ളൂ. F0/0 IP ഉണ്ട്, പബ്ലിക് IP ഉണ്ട്, ഡീഫോൾട്ട് റൂട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? ടണൽ മാത്രം ചെയ്താൽ. രണ്ട് സൈഡ് നമുക്ക് ടണൽ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. R1 എടുക്കാം, കോൺഫിഗറേഷൻ നമുക്ക് എടുക്കാം. കോൺഫിഗറേഷൻ ബോർഡിനകത്ത് കയറിയിട്ട് ഇന്റർഫേസ് ടണൽ 1 നമ്മൾ കൊടുത്തിരിക്കുന്നത്. ടണൽ 1നകത്ത് കയറുന്നു. അതിനുശേഷം ഈ ടണലിന് ഒരു IP നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഒരു 172 സീരീസ് 172.15.0.1 then mask കൊടുക്കും 0.0. then എവിടെ നിന്ന് എങ്ങോട്ടാ പറഞ്ഞയക്കണ്ടേ? ടണൽ സോഴ്സ് 20.001 നിന്ന് ടണൽ ഡെസ്റ്റിനേഷൻ 30.001 ടണൽ മോഡ് ഓക്കെ ചെയ്യാനുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ടണൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി
മറുവശത്തും ഇതേപോലെ നമ്മൾ ടണൽ ക്രിയേറ്റ് ചെയ്യണം. എന്നതിന് ശേഷം ഒരു സ്റ്റാറ്റിക് റൂട്ട് കൂടി പബ്ലിഷ് ചെയ്യണം. കോൺഫിഗറേഷൻ മോഡിൽ കയറുന്നു. Replace tunnel 1 IP add 172.16.0.2 mask 255.55.0.0. then അവിടുന്ന് നോക്കുമ്പോൾ ടണൽ സോഴ്സ് അവിടുന്ന് നോക്കുമ്പോൾ 30.0.0.1. then tunnel destination 20.0.0.1. ഇനി ടണൽ മോഡ് TRE ഇല്ലേ, TRE. യെസ്. അപ്പോൾ രണ്ട് സൈഡ് നമ്മൾ ടണൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ നമ്മുടെ പി സിന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. PC മീൻസ് R4. R4ന്ന് PING ping 172.116.0.2. നമുക്ക് വേറെ എവിടെ എന്ത് ചെയ്യാനുണ്ടോ? കഴിഞ്ഞു. അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് റൂട്ട് ചെയ്തില്ല അല്ലേ? സ്റ്റാറ്റിക് റൂട്ട് സ്റ്റാറ്റിക് റൗട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ടണലിന്റെ IP കിട്ടണ്ടല്ലേ? അതെ അതെ, അതാ ഞാൻ നോക്കുന്നത്. ടണലിന്റെ IP കിട്ടുന്നുണ്ട്. ശരിയാണല്ലോ, നോക്കിയോ കിട്ടിയില്ലോ, കിട്ടിയില്ലോ. മറ്റേ PC കിട്ടിയില്ലല്ലോ. PCന്ന് ഡിഫറെന്റ് നെറ്റ്വർക്ക് കടന്നു പോകണ്ടേ, അതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോ റൗട്ടർ ഇവിടുന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Looping 172.16.0. സൈഡ് വരെ പോകുന്നുണ്ട്. ടണൽ വഴി നമ്മൾ ബൈപ്പാസ് എന്തായാലും സ്റ്റാറ്റിക് റൂട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. എക്സിറ്റ് IP റൂട്ട് അൺനോൺ നെറ്റ്വർക്ക് അഡ്രസ് 192.168.20.0 അല്ലേ? 20.0 മാസ്ക് 55.5.0 ടണൽ IP root 192.160.10.0 5.5.5 tunnel
ഇത്രയും ചെയ്ത അവസ്ഥയ്ക്ക് നോക്കാം. റെഡി, നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. 192.168.20.11 ആണ് നമ്മുടെ മറുവശത്തുള്ള PC ടൈപ്പ്. സക്സസ്. നമുക്ക് മറുവശത്തെ PC-യിലോട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. സോ കാര്യങ്ങളൊക്കെ സക്സസ് ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോ നമ്മുടെ പാക്കറ്റ് ട്രാവൽ ചെയ്യുന്നത് വഴിയാണ് ISP വഴി പോകുന്നുണ്ട് അല്ലെ? എന്താ സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റാർട്ട് ക്യാപ്ചർ കൊടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം. അവിടെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾക്ക് എന്ത് കാണണം? നമ്മുടെ സോഴ്സ് IP, ഡെസ്റ്റിനേഷൻ IP, പ്രൈവറ്റും കാണിച്ചു തരണം അല്ലെ? നമ്മുടെ ലോക്കലി ഉള്ളതും കാണിച്ചു തരണം. അതുപോലെ തന്നെ ISP കടന്നു പോകുന്ന സമയത്ത് അവിടെ GR എന്ത് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ PC-യിൽ നിന്ന് ഒരു PC ഓപ്പൺ ആണ്, ജസ്റ്റ് ഒന്ന് പിങ് അടിച്ച് നോക്കാം. PC to PC ഒന്ന് പിങ് അടിച്ച് നോക്കാം. അവിടെ പാക്കറ്റ്സ് ക്യാപ്ചർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വയർഷോക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ മെസ്സേജ് പോകണോ? ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ സോഴ്സ് IP കണ്ടോ? കാണിച്ചിരുന്നുണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ ആദ്യം വരുന്ന പാക്കറ്റിന്റെ മേലെ എന്താ ആഡ് ചെയ്യും? ഹെഡർ ആഡ് ചെയ്യുന്ന പറഞ്ഞത് നമ്മള് 10.11. നമ്മുടെ നോർമലി നമ്മുടെ സോഴ്സ് IP എന്താണ്? 10.11 20.11. ഇത് ISP-യിലോട്ട് പോയി കഴിഞ്ഞാൽ ISP എന്ത് ചെയ്യില്ല? കടത്തി വിടില്ല. അപ്പൊ നമ്മുടെ GRE എന്ത് ചെയ്തു? ജനറിക് റൂട്ട് എൻക്യാപ്സുലേഷൻ എന്ത് ചെയ്തു? അതിന് മേലെ എന്തുകൊണ്ട് വെച്ചു? സോഴ്സ് പബ്ലിക് IP-യും ഡെസ്റ്റിനേഷൻ പബ്ലിക് IP-യും. പ്രോബ്ലം സോൾവ്. ISP നോക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ IP എന്താണ്? 30.001 ആണ്. അപ്പൊ പിന്നെ അവിടെ വേറെ യാതൊരുവിധ ഇഷ്യൂസും അവിടെ വരുന്നില്ല. ഇതാണ് നമ്മുടെ GRE-യുടെ മെക്കാനിസം. പക്ഷെ ഇവിടെ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെക്യൂരിറ്റി ഇല്ല. യാതൊരുവിധ സെക്യൂരിറ്റി ഇല്ല. അതിനാണല്ലോ നമ്മുടെ IPsec. ഓക്കെ, ഇതിന്റെ മേലെ എന്തുകൊണ്ടിട്ടാ മതി? IPsec കൊണ്ടിട്ട് കഴിഞ്ഞാൽ സേഫ്റ്റി ആവും. ഓക്കെ, ഇവിടെ സേഫ്റ്റി അല്ല എന്ന് പറയാനുള്ള റീസൺ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ PC ഏതാണ്? ലാസ്റ്റ് വൺ. ഇതാണ് ഡെസ്റ്റിനേഷൻ PC. ഇമാജിൻ ചെയ്യുക, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ PC. ഇവിടെ ഞാൻ ചുമ്മാ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെൽനെറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ടെൽനെറ്റ് എന്താണെന്ന് അറിയാലോ, നമ്മൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, 0/4 എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ പ്രോട്ടോകോൾ ആണ്, അതിൽ നിന്ന് കൊടുക്കാം. 1 2 3 കൊടുക്കുന്നു. ലോഗിൻ കൊടുക്കുന്നു. എക്സിറ്റ് ചെയ്യുന്നു. എനേബിൾ പാസ്വേഡ് ഇതിൽ നിന്ന് കൊടുക്കും. ഞാൻ ഇനിയിപ്പോ ഇതിൽ വന്നിരിക്കുന്നത് നമ്മുടെ സോഴ്സ് PC ആണത്. മനസ്സിലായില്ലേ? R4 പറയുന്നത് നമ്മുടെ PC1 ആണ്. ഇത് PC1 ആണ് നമ്മുടെ. ഞാൻ ഇവിടുന്ന് ടെൽനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ വേണ്ടി പോവാണ് ആരെ? ഡെസ്റ്റിനേഷൻ PC-ന്. അപ്പം അതിനുവേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് ടെൽനെറ്റ് എന്ന് കൊടുക്കുന്നു. എന്നതിന് ശേഷം 192.168 മറുവശത്തിരിക്കുന്ന PC. ഞാൻ PC-ക്കകത്താണ് ഞാൻ ചെയ്തത് ടെൽനെറ്റ്, അതോ PC-കകത്തില്ല ചെയ്തത്? R5-നല്ലേ ചെയ്തത്? അതെ അതെ R5 തന്നെ. ഓക്കെ, ഇവിടെ ഞാൻ ടെൽനെറ്റ് 20.11 എന്ന് കൊടുത്ത് ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റർ അടിക്കുകയാണ്. അപ്പോൾ അതിന് പാസ്വേഡ് വയ്ക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫേം ആണ്. നമ്മൾ അതിനകത്ത് കയറി R5 എന്ന് കാണുമ്പോൾ മനസ്സിലായി അപ്പുറത്തെ മറുവശത്തുള്ളതാണ്. 3 to 1 കൊടുത്ത് ഞാൻ നോക്കുന്നു, കയറി. എന്നതിന് ശേഷം ഞാൻ ഇവിടെ ചെയ്യുന്ന കമാൻഡ്സ് ഒക്കെ ശ്രദ്ധിച്ചോ. റൺ അടിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് നോക്കും. നമ്മുടെ പാസ്വേഡ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ ടെൽനെറ്റ് പാസ്വേഡ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സംഭവിച്ചു. അതെല്ലാം ഓക്കെ, സംഭവിച്ചു. ഇനി ഞാൻ മറുവശത്തെ PC ആണ്. സോ IP ഇന്റർഫേസ് ബ്രീഫ് അടിക്കുന്നു. നമുക്ക് അവിടുത്തെ സ്റ്റാറ്റസ് ഒക്കെ കാണിച്ചു തരുന്നു. ക്ലിയർ. ഇനിയാണ് കോമഡി. ഇത് എവിടെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും? ടെൽനെറ്റ് പാക്കറ്റ് പോയിരിക്കുന്നുണ്ടോ?
പ്രോട്ടോകോൾ താഴെ കണ്ടോ, ടെൽനെറ്റ് കാണിക്കണുണ്ടോ? ചുമ്മാ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ TCP സ്ട്രീം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ടുള്ള എല്ലാ കാര്യവും കാണിച്ചു തരും. കണ്ടോ, കാണുന്നുണ്ടോ? ആരെ ക്യാപ്ചർ ചെയ്തേ? ബിറ്റ്വീൻ നമ്മുടെ റൗട്ടർ ദെൻ ISP ഇടയിൽ ആരെങ്കിലും വന്ന് ക്യാപ്ചർ ചെയ്താൽ അവർക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ സുലഭമായിട്ട് കിട്ടും. എന്തെല്ലാം നമ്മൾ ട്രൈ ചെയ്തോ അതെല്ലാം അവിടെ കിട്ടും. നോക്കിയേ, എനേബിൾ പാസ്വേഡും സ്വൈപ്പ് ഇന്റർഫേസ് ബ്രീഫ് അടിച്ചതും അങ്ങനെ എല്ലാം കാണിക്കുന്നുണ്ട് അവിടെ. എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ? ഒരു തരത്തിലുള്ള സേഫ്റ്റി ഇല്ല. അപ്പം ഇനി അടുത്ത നമ്മുടെ ടാസ്ക് എന്താണ്? സേഫ്റ്റി ആക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ IPsec, ഓക്കെ, IPsec പഠിക്കുന്നത്. അത് ഒരുപാട് തിയറിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് കൂടിയാണ്. എല്ലാ മേഖലയിലും വർക്ക് ഒരു സാധനമാണ് VP എന്ന് പറയുന്നത്. ഓക്കെ, IPsec VP എന്ന് പറയുന്നത്. അപ്പം അടുത്ത ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്ലാസ് ആണ്. അപ്പൊ ഇതേപോലെ ഒന്നും കാണിക്കില്ല. നിങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പ്രോട്ടോകോളിന്റെ പേര് മാത്രം കാണിക്കുള്ളൂ. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഓക്കെ, അത്രയും സേഫ് ആണ് നമ്മുടെ IPsec എന്ന് പറയുന്നത്. IPsecന്റെ തിയറിയും മറ്റുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? Clear. ഓക്കെ.